ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്തുള്ള മുത്തു ടാറ്റ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 6 ലക്ഷത്തോളം യൂണിറ്റുകൾ വിറ്റഴിച്ച ഒരു കിട്ടിലെ ഒരു ഹോട്ട് സെല്ലിംഗ് ഹാച്ച് ബാക്കിൻ്റെ 2025 അപ്ഡേറ്റഡ് വേർഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ അവരുടെ ലോഞ്ച് ഇവൻ്റ് ആണ്. അപ്പോൾ നമ്മളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ടിയാഗോ EVയും അതുപോലെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ടിയാഗോയുടെ പെട്രോൾ വേർഷൻ ഓട്ടോമാറ്റിക് മോഡലുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു കളയാം. ഫസ്റ്റ് തന്നെ നമുക്കിതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സീറ്റാണ് കേട്ടോ. വളരെ സ്ലീക്കായിട്ടുള്ള കിടിലൻ ടെക്സ്ചറോട് കൂടിയ ഒരു സീറ്റാണ്. വിത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതേപോലെ ഇലക്ട്രോണിക് സൈഡ് മിറേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മുടെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം. സെൻട്രൽ കൺസോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ടിയാഗോ എന്നുള്ള ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 26 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു കിടിലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബാക്കിലത്തെ എല്ലാ സീറ്റ് ബെൽറ്റുകളും കുത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. മാനുവൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ലിവറും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്ന ഹർമാൻ ആൻഡ് കാർഡന്റെ കിഡിലെ സ്പീക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 4 സ്പീക്കേഴ്സ് 2 ട്യൂട്ടേഴ്സും വരുന്ന കിഡിലെ ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസും അതുപോലെ ഹെഡ് റൂമും ഒക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു കിഡിലും സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ കിഡിലൊരു അലൈവീലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു പാസഞ്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ടാറ്റ സഫാരിന്നോ അല്ലെങ്കിൽ ഒരു ഹാരിയറിന്നൊക്കെ വരുന്ന അതേ കസ്റ്റമറിൻ്റെ സെയിം ഫീല് തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിനകത്തിരുന്നാലും കിട്ടുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല നീ റൂമും ഹെഡ് സ്പേസും ഒക്കെ തരുന്നൊരു ക്യാബിൻ തന്നെയാണ് ഫ്രണ്ടിലും. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് എല്ലാം ഫുള്ളി LED ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി നമ്മുടെ പുതിയ ടിയാഗോ EVയിലോട്ട് പോവാം. ആദ്യം തന്നെ ടിയാഗോ EVയുടെ പുതിയ കളർ തന്നെയാണ് കേട്ടോ നമുക്ക് എടുത്തു പറയേണ്ടത്. ചിൽ ലൈം എന്നാണ് ഈ പുതിയ കളറിൻ്റെ പേര്. EV ആയതുകൊണ്ട് തന്നെ പുതിയ അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നത്. കുറച്ചും കൂടെ എയറോഡൈനാമിക് ഡിസൈനുള്ള വീലാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ EVക്ക് ചേരുന്ന രീതിയിൽ കുറച്ചും കൂടെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റും അതുപോലെ ഗ്രേ കളറും ഒരു ആഷ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ഈ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെ ഉണ്ട്. അപ്പോൾ നടുക്കായിട്ട് പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ നോബും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് മേളിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 AC വെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മേളിൽ 26 ഇഞ്ചിൻ്റെ ഒരു ഫുള്ളി ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് കണ്ടുപോലെ തന്നെ സെയിം ഹെഡ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് EVയിലും കിട്ടുന്നത്. പിന്നെ മാനുവൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നടുക്കായിട്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സീറ്റാണ് കേട്ടോ. വളരെ സ്ലീക്ക് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിൽ ഒരു USB ചാർജിംഗ് പോർട്ടും അതുപോലെ ടൈപ്പ് സിയുടെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പോർട്ടും അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഓട്ടോമാറ്റിക്കാണെന്ന് ഞാൻ പറയാനും നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിക്നെസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ സേഫ്റ്റിയെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ ഈ മോഡലിൽ എല്ലാ ഡോർ ഹാൻഡിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തു. അതുപോലെ ടോപ്പും പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടി ഒരു കിടിലും ഡ്യുവൽ ടോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് GPS-ന്റെ ഷാർക്ക് ഫിൻ ആൻറ്റിന. അതുപോലെ ബാക്ക് സൈഡൊക്കെ വളരെ ക്യൂട്ടാണ് ഈ കാർ കാണുന്നത്. നമ്മളെ പണ്ടത്തെ ഒരു മഞ്ഞ സ്റ്റെന്നില്ല ആ ഒരു ക്യൂട്ട് ലുക്ക് ഈ വാഹനത്തിലും കിട്ടുന്നുണ്ട്. അതുപോലെ ബൂട്ട് നോക്കുകയാണെങ്കിൽ 240 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ട്രെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാ നമ്മുടെ ചാർജിങ് കേബിളിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ EV ആയതുകൊണ്ട് തന്നെ സ്പെയർ ടയറും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ റിപ്പയർ കിറ്റും പഞ്ചർ റിപ്പയർ കിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പെയർ ടയർ വാങ്ങിച്ച് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും അതിനകത്തുണ്ട്. ഈ വാഹനത്തിന് മുൻവശത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഫോഗ് ലാമ്പ് മിസ്സായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു LED ഹെഡ് ലാമ്പും കാര്യങ്ങളും യൂണിറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഷാർക്കിൻ്റെ ഒരു ഫേസ് ഉള്ള കൂടി സ്കാർസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു ബമ്പറിലെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡീക്രോം ചെയ്തിട്ടുള്ള ആ EV ആണെന്ന് കാണിക്കാത്ത രീതിയിലുള്ളൊരു ഫ്രണ്ട് കളർ പാറ്റേൺ ഒക്കെ ഉണ്ട്. ഗ്രേ കളർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ബോണറ്റിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ റൂമാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ബാറ്ററി അതെല്ലാം ഇലക്ട്രിക് മോട്ടറും എല്ലാം തിക്കായിട്ട് നല്ല ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ പുതിയ ടാറ്റ ടിയാഗോ EV 2025 ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ അതായത് ഫുള്ളി അപ്ഡേറ്റഡ് വേർഷൻ കേട്ടോ. പുതിയ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ലോഞ്ച് ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നതിന് നമുക്ക് മുത്തു ടാറ്റയോട് വളരെയധികം നന്ദി പറയാനുണ്ട്. നമ്മളെ ഒരു ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തതിനും പിന്നെ നമുക്ക് ആ യൂട്യൂബർ ചേട്ടനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി.
അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പൊളി വീഡിയോ ആയിട്ടാണ്. ബൈ.